തിങ്സ് വി ക്യാൻ ഡു ഓൺ ഫ്രീ ടൈം എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ വീഡിയോ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഉമ്മേനെ കൂട്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നു. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് എനിക്കറിയാം അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പട്ടി പോസ്റ്റ് ആവും, അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് വരുന്നുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ ശരിക്ക് പോസ്റ്റായി. അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കാം, നിങ്ങൾ പോയിട്ട് വായോ, എടുത്തിട്ടൊക്കെ വാന്ന് പറഞ്ഞു. ആൾക്കാരൊക്കെ എന്തോ ജീവി വന്നിരിക്കുന്ന പോലെയാണ് എന്നോട് നോക്കിയിരുന്നത്. കാരണം ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഒരു കസേരയും ഇരിക്കുന്നത്, ബാക്കി എല്ലാവരും ഭയങ്കര സെർച്ചിങ്ങിലാണ് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ കാര്യങ്ങളിൽ. ഉമ്മ പറഞ്ഞു, നീ അവിടെ ഇരിക്കി, ഞാൻ നോക്കി വരാം. 5 മിനിറ്റായി, 20 മിനിറ്റായി, അരമണിക്കൂറായി, 1 മണിക്കൂറായി. എനിക്കാണ് തല ഇറങ്ങിയിട്ട് പാടില്ല. ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു, ഞാൻ പുറത്ത് പോയിട്ട് ചായ കുടിച്ചിട്ട് വരാണ്ട് ചായയും വട കഴിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ആ സമയം ഞാൻ വെറുതെ കളഞ്ഞു, ഒന്നും ചെയ്യാണ്ട്. കുറച്ച് നേരം നമുക്ക് കിട്ടണം, 1 മണിക്കൂർ നമുക്ക് കിട്ടി ഫ്രീ ആയിട്ട്. ബാക്കിയുള്ള സമയത്തൊക്കെ പൊരിഞ്ഞ പണിയാണല്ലോ. അതുകൊണ്ട് തന്നെ എവിടെയും ഒരു ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനിൽ ഫസ്റ്റ് ഞാൻ വെച്ചേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, കുക്കിംഗ് ആണ്. കുക്കിംഗ് 1 മണിക്കൂർ ഗ്യാപ്പ് കിട്ടുമ്പോൾ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. എന്തെല്ലാം നമുക്ക് സിമ്പിളായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ ഒരു ചെറിയ ടൈം നമുക്ക് കിട്ടുകയാണെങ്കിൽ പഠിക്കാന്നുള്ളത്. എന്തുകൊണ്ട് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിന് മുൻപ് തീരെ കുക്കിങ് ചെയ്യാറില്ല, ഒരു മണ്ണാങ്കട്ടിക്ക് ഉണ്ടാക്കാറില്ല. മാഗി മുട്ട വറക്കുന്ന ഒഴിച്ചിട്ട് ഞാൻ പുറത്ത് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പട്ടിക്കുഞ്ഞു പോലും നമുക്ക് സഹായിക്കാണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ വല്ലവരെ കാര്യം പിടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വല്ലവർ കഴിക്കുന്നതിൻ്റെ ഫുഡ് കൈയിട്ട് മാന്തേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ആണായാലും പെണ്ണായാലും കുക്കിങ് 2-3 റെസിപ്പി പഠിക്കുന്നത്, എങ്ങനെ ചെയ്യാമെന്നുള്ളത് പഠിക്കുന്നത് ഫ്രീ ടൈം കിട്ടുമ്പോൾ നോക്കുന്നത് ബെസ്റ്റാണ്. എഴുതി വെച്ചോ, ഇത് ബെസ്റ്റാണ്. കാരണം ഞാൻ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കാരണം, ഞാനിപ്പോൾ ഐ ലവ് ടു കുക്ക്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആര് കാര്യം പിടിക്കേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. ഇതിന് വെറുതെ ആൾക്കാർ അതുണ്ടായിത്തായോ ഇത് നോക്കുന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല, നമുക്കൊരു ചെയ്യാം. വേറെ ഒരു തെണ്ടിയുടെ ആവശ്യമില്ലെന്ന് പറയില്ലേ, അതുപോലെ കുക്കിങ് പഠിക്കാമെന്നുള്ളതൊരു കാര്യം മനസ്സിൽ വെച്ചു. ഞാൻ ഫസ്റ്റ് അത് തന്നെ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, തിന്നാൻ കിട്ടിയില്ലെങ്കിൽ പണി വേറെ ലെവലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 2 റെസിപ്പിയെങ്കിലും പഠിക്കാം. റെസിപ്റ്റ് അത് ഒന്നാമത്തെ കേസ്. അപ്പോൾ ഈ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഷാൻജിയോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചേട്ടൻ്റെ ചാനലിലേക്കുണ്ട്. അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഐറ്റംസ് വെച്ചിട്ട് മിനിമം സമയം കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പികൾ ആൾ പറഞ്ഞു തരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 2 പഠിച്ചാൽ മതി. എന്തിനിപ്പോൾ കുറേ പഠിച്ചിരിക്കുന്നത്, നമുക്ക് കഴിക്കാനായിട്ട് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി പഠിച്ചു വെച്ചാൽ പൊളിയാണ്. എവിടെ പോയാലും സെറ്റാകും നമ്മൾ. അതായത് പല ആൾക്കും പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, പലതരത്തിൽ പല കാര്യങ്ങൾ. ചിലർക്ക് കളറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ചിലർക്ക് പല പല കാര്യങ്ങൾ. പിന്നെ ചിലർക്ക് ഇപ്പം എൻ്റെ തന്നെ കളിയാക്കിയിട്ടുണ്ട്, വലിയ മൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. പിന്നെ അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. പിന്നെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ കളിയാക്കാറുണ്ട്. പിന്നെ ഓരോ ആക്ടിവിറ്റീസുകളിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ അതിന് ഇൻസെക്യൂരിറ്റി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ അത് ഷെയർ ചെയ്യാൻ പറ്റാണ്ടും അതുമായി ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നവരും, പിന്നെ അതൊന്ന് ഷെയർ ചെയ്യാനും അതിനെക്കുറിച്ച് അറിയാനും അത് ആരെങ്കിലും ഒന്ന് നല്ല വാക്ക് പറഞ്ഞിട്ട് ഒന്ന് സമാധാനപ്പെടുത്താനും ഇല്ലാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർ ചെയ്യുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി എന്താണോ അത് യൂട്യൂബിലാണ് ഫേസ്ബുക്കിലൊക്കെ അടിച്ചു നോക്കിയിട്ട് അതുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. കാരണം നമ്മളെപ്പോലെ വേറെ ആളും ഇത് അനുഭവിക്കുന്നുണ്ട്, അവരിങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് ഓവർകം ചെയ്യുന്നത് എന്ന് ഒരു സംഭവം നമുക്ക് കിട്ടും. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യാലേ എന്നുള്ളൊരു സംഭവം നമ്മുടെ മൈൻഡിൽ വരും, നമുക്കും ഒരു മനസ്സമാധാനമാവും. അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയില്ല. ഇപ്പോൾ എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണ്, ക്യാമറ ഫേസ് ചെയ്യാൻ പേടിയായിരുന്നു. ഞാൻ കുറേ വീഡിയോസ് കണ്ട് എനിക്ക് ധൈര്യം വന്നു. കാരണം നമ്മൾ ചുറ്റുപാടത്തുള്ള ആൾക്കാർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് കിട്ടുന്ന ഫോണിലാണ്. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ആൾക്കാർ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ പറയില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ അതിനെങ്ങനെ ഓവർകം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാരെ
വീഡിയോസ് കാണാം. നിങ്ങൾ പുറത്തുള്ള ഫ്രണ്ട്സിനൊന്നും കാണിക്കാൻ നിൽക്കണം, ചിലപ്പോൾ അവർ കളിയാക്കാൻ നിൽക്കും. അങ്ങനത്തെ കുറച്ച് ടീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് നോക്കുക. അത് രണ്ടാമത്തെ പോയിന്റ്. ഇത് പറയണം തോന്നിയ കാരണം ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ചെക്കൗട്ട് ചെയ്ത് നോക്കട്ടെ ആ ഒരു കാര്യം. ഫ്രീ ടൈം കിട്ടുമ്പോൾ അത് നോക്കി നോക്കും. ചിലപ്പോൾ ആ സംഭവം കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ടോട്ടലി ആ മനുഷ്യൻ മാറിയിട്ട് ഐ എം ആക്സെപ്റ്റിങ് ദാറ്റ് തിങ് എന്നുള്ളൊരു ലെവലാവാം, പറയാൻ പറ്റില്ല. ചിലവരിങ്ങനെ പേടിച്ച് ഇങ്ങനെ അയ്യോ ആരില്ല ഇങ്ങനെ തീരെ മനസ്സിലിങ്ങനെ ഇരിക്കും, പുകഞ്ഞിരിക്കും. അങ്ങനെ പറയാനും അത് കേൾക്കാനും ആരില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ. അടുത്ത പറയാൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ടൈമിൽ ചെയ്യാൻ പറ്റിയൊരു പോയിന്റ് അല്ല, പക്ഷെ എന്നിരുന്നാലും ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചുള്ളൊരു കാര്യമാണ് ഞാൻ പോയിന്റ് പറയാൻ പോകുന്നത്. ഒരു പോയിന്റ് അല്ല, ആ മൂന്നാമത്തെ പോയിന്റ് തന്നെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 18 മുതൽ 25 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇത് പറയുമ്പോൾ ഒരു മൈൻഡ് കത്തും, ഇങ്ങനെ ഉണ്ട് കാര്യം എന്നുള്ളത്. അതായത് ബിഹേവിങ്ങും സിറ്റുവേഷണൽ ഹാൻഡ്ലിങ്ങും. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ കാണുന്നതാണ്, കുറേ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സോഷ്യലൈസ് അല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് നോക്കിക്കോട്ടെ. ശരിക്കും നമ്മൾ കുറേ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി ഓരോ ആൾക്കാരോടും പെരുമാറുന്ന രീതി അവർക്ക് അറിയാം. അത് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ കാര്യമായിട്ടാണ് പറയുന്നത്. അറിയാത്ത ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിയുടെ അടുത്തും സംസാരിക്കേണ്ട കാര്യങ്ങളും രീതികളും അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഉൾവലിയാണ്ട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ സംസാരിക്കുന്നു, പുറത്തൊരാളെ വെച്ച് കാണുമ്പോൾ സംസാരിക്കുന്നു, അതിൻ്റെയൊക്കെ ഒരു ട്രിക്ക് പഠിച്ചു വെക്കുകയാണെങ്കിൽ ലൈഫിൽ എപ്പോഴും എല്ലാവരോടും പ്ലസൻ്റായിട്ട് സംസാരിക്കാനും അവർ ഇങ്ങോട്ട് അതുപോലെ പെരുമാറാനും പറ്റും. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ കാണുമ്പോൾ ചിരിച്ച് തള്ളി വിടല്ലാണ്ട് ഒന്ന് പ്ലസൻ്റായിട്ട് സംസാരിച്ച് നോക്കുക. എന്തെങ്കിലും ടോപ്പിക്ക് അവരൊക്കെ ഇഷ്ടപ്പെട്ട ടോപ്പിക്ക് എടുത്തിട്ട് സംസാരിക്കുക. കുറേ നേരം സംസാരിച്ച് വെറുപ്പിക്കാനല്ലേ പറയുന്നത്. അത് പഠിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെ കണ്ടിട്ട് എന്തായി ചേട്ടാ സുഖന്നല്ല, അല്ലെങ്കിൽ ആ കാര്യം എന്തായി ഈ കാര്യം എന്തായെന്നൊക്കെ പറഞ്ഞിട്ട് ആളെന്ന് സേഫ് സോണിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സംഭവം പഠിക്കുകയാണെങ്കിൽ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിട്ടാണ്. അതല്ല എന്നാൽ മറ്റേ എന്താ പറയുക, രണ്ടുപേര് കണ്ടിട്ടുണ്ടെങ്കിൽ അവാർഡ് പടം പോലെയും ഒന്നും ഉണ്ടായില്ലാണ്ട്. അപ്പോൾ എന്തെങ്കിലും ടോപ്പിക്ക് ഇട്ട് സംസാരിക്കാനും അവരൊക്കെ അത് ഹാൻഡിൽ ചെയ്യാനും, അത് ഹാൻഡിൽ ചെയ്യേണ്ട എങ്ങനെ ഞാൻ പറഞ്ഞു തരില്ല, അത് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് പറയാം. ഓക്കെ, അതൊന്ന്. പിന്നെ സിറ്റുവേഷൻ ഹാൻഡ്ലിങ്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ കേസുകൾ, വീട്ടിലാർക്കെങ്കിലും ബുദ്ധിമുട്ടായി ആ സമയത്ത്, ഇപ്പോൾ എന്തെങ്കിലും ആൾക്ക് ബ്ലീഡിങ്ങുകൾ ഉണ്ടായി വീട്ടിലെ ആൾക്കാർക്ക്, ആ സമയത്ത് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ബോധം കെട്ടി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ശ്രദ്ധിക്കുന്ന ആൾ, നമ്മൾ തന്നെ ബോധം കെട്ടി വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പം ഞാനും അങ്ങനെ വീഴില്ല പറയുന്നില്ല, പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് കുറേ വീഡിയോസൊക്കെ യൂട്യൂബിൽ തന്നെ കാണാം. അതെങ്ങനെ നമുക്ക് മെൻ്റലി നമുക്ക് പ്രിപ്പയർഡ് ആവാം, അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ചെറിയൊരു ഐഡിയാസ് മനസ്സിൽ വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാവും, ഓരോ സിറ്റുവേഷൻ, ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യണം, അല്ലാണ്ട് ഞാൻ തളർന്ന് കിടന്ന് ബോധം കെട്ടി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേരെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ തോട്ട് വെച്ചാൽ മതി. പഠിക്കാൻ പറ്റുന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും സോഴ്സ് കിട്ടുകയാണെങ്കിൽ അത് ചിലപ്പോൾ വേറെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഫേസ് ചെയ്യുക, അതല്ലെങ്കിൽ ആൾക്കാരെ ഒബ്സർവ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഇങ്ങനെ ചെയ്യാം, ഇതിങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്നുള്ളത്. കാരണം ഈ 18 to 25 ഏജ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഏജിൽ ഗ്രോത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്, അത് മര്യാദയ്ക്ക് പഠിക്കാണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആവാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞാനും അത്ര ഇൻവോൾവ് അല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ബിഹേവിങ് കാര്യങ്ങൾ, പിന്നെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് ഫേസ് ചെയ്യാനുള്ളൊരു മനക്കെട്ടിക്കൊണ്ടുവരാം. ഓക്കെ, അത് വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതിനെക്കുറിച്ചുള്ളത് വീഡിയോസ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് സ്കില്ല് അത് വരില്ലാന്നുണ്ട്, കോൺഫിഡൻസ്, അങ്ങനത്തെ വീഡിയോസൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് താഴെ വരും, അതൊക്കെ കണ്ടു നോക്കാം. ഇത് ജസ്റ്റ് ഒരു ബോധവൽക്കരണം പോലെയാണ്, അതിൽ ഡീപ്പായിട്ട് പഠിക്കണമെന്നില്ല, പക്ഷെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ ലാസ്റ്റത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് എടുത്ത് ചാടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. പതുക്കെ ടൈം എടുത്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക. കാരണം ഇന്ന ആൾ പറഞ്ഞു അപ്പോൾ എല്ലാം നോക്കാം, ചെയ്തു, ഒന്നും ശരിയാവുന്നില്ല, തിരക്ക്, ടെൻഷൻ, ആകെ കൊളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നിൽക്കണ്ട. ഈ കാര്യങ്ങൾ നോക്കിയിട്ട് മീൻസ് ഏതാണ് നല്ലത്, ഏതാണ് എനിക്ക് പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക ഫ്രീ ടൈം കിട്ടുമ്പോൾ.
ഒരാൾ പറഞ്ഞു വെച്ചിട്ട് ഓടിച്ചാടി ചെയ്യണ്ട. കാരണം നമ്മൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ചെയ്യണമെന്നില്ല, അത് വേറെ കേസ്. ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ എൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഇന്നൊരാൾ ഇങ്ങനത്തെ കാര്യം പറഞ്ഞു, എവിടെ ബുക്ക്, വേഗം എഴുതിക്കുക, വേഗം നോക്കട്ടെ, വേഗം സെർച്ച് ചെയ്തിട്ട് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മൾ. സോ ഫ്രീ ടൈം മിസ് ചെയ്തിട്ടാ, അതെനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം. ടൈം നല്ല പോക്ക പോകുന്നത്. ഇപ്പോൾ തന്നെ ടൈം കുറേ 2:30. സോ വെൻ outing gives me some contents, it's very very interesting.